അപ്പോൾ കൃഷി ചെയ്യാൻ തയ്യാറായവർക്ക് അതിനാവശ്യമായ കൃഷിസ്ഥലം, മറ്റ് പിന്തുണാ സംവിധാനങ്ങൾ എല്ലാം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഇത്തരമൊരു സാധ്യത തുടർച്ചയായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. കാരണം ഒരു ഓണത്തിൻ്റെ ആഴ്ച മാത്രമല്ല, 52 ആഴ്ചയിലും ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് ലഭ്യമാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിനനുസൃതമായ ഒരു കാർഷിക കലണ്ടറിന് രൂപം കൊടുക്കാനാവണം. അതോടൊപ്പം ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ഉറപ്പാക്കുന്നതിന് നമുക്ക് കഴിയണം. ഗ്രാമീണ മേഖലയിൽ ഉറവിട മാലിന്യ സംസ്കരണം അത് ഏറ്റവും പ്രധാനമാണ് എന്ന് കാണണം. ഇപ്പോൾ കമ്പോസ്റ്റ് കുഴികൾ, കിച്ചൻ ബിന്നുകൾ ഇവയുടെയെല്ലാം നിർമ്മാണവും പരിപാലനവും പ്രധാനമായി കണ്ടുകൊണ്ട് ഒരു കൈപ്പുസ്തകം ഇവക്കായി തയ്യാറാക്കേണ്ടതുണ്ട്. ആളുകൾക്ക് എങ്ങനെയാണിതെല്ലാം ചെയ്യേണ്ടതെന്നും പരിപാലിക്കേണ്ടതെന്നും മനസ്സിലാക്കുന്നതിനുതകുന്ന ഒരു കൈപ്പുസ്തകം. അതോടൊപ്പം അറവുശാലകൾ, ഹോട്ടലുകൾ, ഇവിടങ്ങളിലെല്ലാം ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഈ രംഗത്ത് ഫലപ്രദമായി ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ അത് സംസ്കരിക്കാൻ ആവണം. പൊതുസ്ഥലങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, പാർക്കുകൾ, ബീച്ചുകൾ ഇങ്ങനെയെല്ലാമുള്ള സ്ഥലങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഇവ നീക്കം ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നല്ലതുപോലെ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ചില പാർക്കുകളൊക്കെ ആയാൽ, ഇനിയിപ്പോൾ ബീച്ചായാൽ തന്നെ ഒരു ഭാഗം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അനുവദിച്ചു കൊടുത്താൽ അവർ ആ കാര്യം ഫലപ്രദമായി നിർവഹിക്കുക തന്നെ ചെയ്യും.